നിർത്ത്. ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക്. എന്റെ നോക്ക് ഇനി വേണ്ട. ബാജമീല നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക്. ഇതൊരു ബിസിനസ് പോളിസിയാണ്. ആ ഉന്റെ മോളെ കരളെ നിങ്ങളൊരു അക്ഷരം മിണ്ടി പോവരുത്. ചതിയ കള്ള എന്നെ എന്റെ കുട്ടികളെ ചൊടുത്തല്ലോ എന്റെ ബദരീങ്ങളെ. സിസ്റ്റർ കരച്ചിൽ തീർത്തു. ഈ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇയാൾ ഹിന്ദുവോ മുസ്ലിമോ? അയ്യോ അതിപ്പോ നോക്കാനൊരു വഴിയുണ്ട്. എന്ത്? അത് വേണ്ട, അത് മോശം. എന്റെ സങ്കടം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ആ കൈനോട്ടക്കാരി അകത്ത് വിളിച്ച് സ്ഥിരമായിട്ട് പണം കൊടുക്കുന്നവനാ. നമ്മളൊരു പഴംപൊരി കടം ചോദിച്ചാൽ തരത്തില്ല. തല്ലി കൊല്ലണം കള്ളന്. ഉത്സവം അടുത്തല്ലോ ഈശ്വര. ഇനി പുണ്യാഹം തളിക്കാതെ ഉത്സവം നടത്താൻ പറ്റുമോ? എന്റെ 10 വർഷത്തെ പ്രസിഡൻഷ്യൽ ജീവിതത്തിനിടയിൽ ഇത്ര ദാരുണവും പൈശാചികവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടില്ല. സഖാവ് യൂസഫ് പോറ്റി ആട്ടി ഓടിക്കാനും പുണ്യാഹം തളിക്കാനും ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ഇത് AKGയും കൃഷ്ണപിള്ളയും ജനിച്ചു മരിച്ച നാടാണ്. ഇവിടെ ഹിന്ദു ഇല്ല, ക്രിസ്ത്യാനിയില്ല, മുസ്ലിം ഇല്ല. ധീരസഖാക്കളും രക്തസാക്ഷികളും മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ്, ഇത്തരം പ്രശ്നങ്ങളിൽ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഇലക്ഷൻ അടുത്തു. പോറ്റി സഖാവ് ഇവിടെ തന്നെ കച്ചവടം നടത്തും. എന്നാലേ ഞങ്ങൾ ന്യൂനപക്ഷത്തിനെതിരൊന്നുമല്ല. പക്ഷെ ഇത്രയും നാൾ നാട്ടുകാരെ പറ്റിച്ച് ആൾമാറാട്ടം നടത്തിയ യൂസഫ് ഇനി ഈ ക്ഷേത്ര നടയിലിരുന്ന് കച്ചവടം നടത്തണ്ട. നിങ്ങളുടെ പാർട്ടി ഓഫീസിന് മുന്നിലിരുന്ന് കച്ചവടം നടത്തിയാൽ മതി. ആയിക്കോട്ടെ. പരിപ്പ് വടയും ചായ ഇപ്പോഴും ഞങ്ങൾക്ക് വീക്ക്നെസ് ആണെന്നറിയാലോ. അത് കഴിഞ്ഞ് ബിരിയാണി മതി. സഖാവേ വാ, പെങ്ങളെ വാ. സഖാവ് പോറ്റി സിന്ദാബാദ്, സഖാവ് പോറ്റി സിന്ദാബാദ്. അമ്പലം വിഴുങ്ങി തുളയട്ടെ. നിങ്ങൾ